പുതിയതായിട്ട് ഒരു എ സി വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ജാപ്പനീസ് കമ്പനികളുടെ എ സികളായ 4 മികച്ച എ സി ബ്രാൻഡുകളെ പറ്റിയിട്ടാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഹൈ കോസ്റ്റിൽ വരുന്ന ആ ഒരു പ്രൈസ് റേഞ്ച് ഉള്ള എ സികളാണ് ഈ ഒരു വീഡിയോയോടെ നിങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം, പൊതുവെ ജാപ്പനീസ് കമ്പനീസിന്റെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളായിരിക്കും. അപ്പോൾ ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ കാറുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ജാപ്പനീസ് കമ്പനീസിന്റെ കാറും അതുപോലെ തന്നെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കാറും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് സേഫ്റ്റി ഫീച്ചറിൽ വ്യത്യാസമുണ്ട്, ഒരുപാട് ക്വാളിറ്റീസിലും വ്യത്യാസമുണ്ട്. സെയിം ഇതുപോലെ തന്നെയാണ് നമ്മുടെ എ സികളിലും പറയുമ്പോൾ. അതായത് ജാപ്പനീസ് ബ്രാൻഡുകളായ മികച്ചു നൽകുന്ന 4 ബ്രാൻഡുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെതായ ഹൈ ക്വാളിറ്റീസും ഹൈ ഫീച്ചേഴ്സും വരുന്നതാണ് ഈ പറഞ്ഞ 4 എ സികൾ എന്ന് പറയുന്നത്. ഇതിന് താഴെ ഒരു ബ്രാൻഡ് ഉണ്ട്, അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നിങ്ങൾ ഒരു വീഡിയോയോടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് ആദ്യം പരിചയപ്പെടാം. ഇതിലെ 4ാം സ്ഥാനത്തേക്ക് ഞാൻ പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് പാനസോണിക്കിന്റെ ഇൻവെർട്ടർ എ സി ആണ്. പാനസോണിക്കിന്റെ ഇതിനൊരു ബഡ്ജറ്റ് പ്രൈസിൽ ഒരു 35K നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മികച്ച എ സി ആണ്. ഒരു 1 ടൺ 3 സ്റ്റാർ ആയാലും അല്ലെങ്കിൽ അതിന് മേലെ ആയിരിക്കും 5 സ്റ്റാർ കാറ്റഗറികളുടെ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി 1.5 നോക്കുകയാണെങ്കിൽ 35 എബോയും അതുപോലെ തന്നെ ഒരു 40K എബോയൊക്കെ ആയിരിക്കും 5 സ്റ്റാർ എ സികൾക്ക് വരാം. പാനസോണിക്കിന്റെ എ സികളുടെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് നാനോ ഇ എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ ഉണ്ടാവുന്ന പൊല്യൂഷൻസ് അതുപോലെ തന്നെ ബാക്ടീരിയാസ് അതുപോലെ തന്നെ നമുക്ക് ബാഡ് ആയിട്ട് വരുന്ന സ്മെല്ല് ഇത്തരത്തിലുള്ള അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ റൂമിനൊക്കെ എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇത് 2 രീതിയിൽ ഫിൽട്രേഷൻ വരാം. ഒന്ന് നാനോ ഇയും അതുപോലെ തന്നെ നാനോ എക്സും. നാനോ എക്സിലാണ് ഈ പറഞ്ഞ പ്യൂരിഫിക്കേഷൻ ഉണ്ടാവുക. നാനോ ഇയിൽ വരുന്നത് നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന ഡസ്റ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കി ആയിരിക്കും വരാം. അതായത് PM 2.0 ഫിൽട്ടർ ഒക്കെ ആയിരിക്കും അതിലൂടെ ഫിൽട്രേഷനും കൂടെ നമുക്ക് നടക്കാം. അപ്പൊ അതാണ് ഈ ഒരു പാനസോണിക് എ സിയുടെ ഫീച്ചേഴ്സിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത്. അപ്പൊ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നമ്മുടെ റൂമൊക്കെ പ്യൂരിഫിക്കേഷൻ ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു വായു ശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള ഫീച്ചറാണ് ഫസ്റ്റ് ഓഫ് ഓൾ പാനസോണിക്കിന്റെ എ സിയിൽ വരുന്നത്. ഇനി നിങ്ങൾ വൈഫൈ എനേബിൾ ആയിട്ടുള്ള എ സി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഫോണിൽ കൂടെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എ സി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്ന ഒരു മികച്ച ബ്രാൻഡ് തന്നെയാണ് പാനസോണിക്കിന്റെ എ സികൾ. പാനസോണിക്കിന്റെ എ സികൾ വൈഫൈ എനേബിൾ ആയിട്ട് വരുന്ന മോഡൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള എ സികളൊക്കെ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമോട്ടൊക്കെ ആഫ്റ്ററിൽ കംപ്ലൈന്റ് ആയാലും നിങ്ങളുടെ എ സി നമുക്ക് വൈഫൈ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് മിറർ എ എന്ന് പറഞ്ഞ ഒരു ആപ്പ് അവരുടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുതിയതായിട്ട് വരുന്ന ഫീച്ചറാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആ ഒരു ഫീച്ചർ നമ്മുടെ പാനസോണിക്കിന്റെ എ സിയിൽ വരുന്നുണ്ട്. അതായത് AI നമ്മുടെ റൂമിലുള്ള ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എ സി നമുക്ക് വർക്കിംഗ് ആവാം. പിന്നെ വേണ്ടതാണ് ഫാസ്റ്റർ കൂളിങ്ങും അതുപോലെ തന്നെ അതിന്റെ എല്ലാ ഏരിയയിലേക്കും നമ്മുടെ കൂളിംഗ് എത്തുക എന്നുള്ളത്. അപ്പൊ അതിനായിട്ട് പാനസോണിക്കിന്റെ എ സിയിൽ ഫാസ്റ്റർ കൂളിങ്ങിനായിട്ട് നമുക്ക് 4 വേസിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണലായിട്ടും അതിന്റെ സ്വിങ് ചെയ്യും. അപ്പൊ നല്ല രീതിയിലുള്ള റൂം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ മൂലകളിലേക്കും എത്തിക്കാനുള്ള ടെക്നോളജി പാനസോണിക്കിന്റെ എ സിയിൽ വരുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് എക്കണോമി എന്നാണ്. അതായത് നമ്മളൊരു ഹ്യൂമന്റെ കൂടി സെൻസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എ സി വർക്കിംഗ് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ എ സികളിൽ കോമൺ ആയിട്ട് വരുന്ന ഫീച്ചറാണ് കൺവെർട്ടബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു 1 ടൺ എ സി ആണെങ്കിൽ നമുക്കൊരു 0.8, 0.6, 0.4 കൺവെർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ചില എ സികളിൽ അതിന് പുറമെ 1.1 കൺവെർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫീച്ചറും പാനസോണിക്കിൽ വരുന്നുണ്ട്. അതിനെ 7-in-1 കൺവെർട്ടബിൾ എ സി എന്നാണ് പാനസോണിക് അറിയപ്പെടുന്നത്. നമുക്ക് മറ്റു ബ്രാൻഡുകളൊക്കെ മാക്സിമം 6-in-1 വരെയാണ് വന്നിട്ട് വരുന്നത്. ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ 7-in-1 കൺവെർട്ടബിൾ എ സി ആണ് ഈ ഒരു പാനസോണിക്കിന്റെ എ സിയിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ മറ്റു ബ്രാൻഡുകളിൽ നിന്നൊക്കെ ഇതിന് വ്യത്യസ്തമാക്കുന്ന ഒരു ഫീച്ചറാണ് ഇതിന്റെ കംപ്രസറിൽ വരുന്ന ആ ഒരു കോട്ടിങ്, അതായത് എക്കോ ടച്ച്. ഈ ഒരു കോട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു റസ്റ്റ് പ്രൂഫ് ആയിരിക്കും. നമുക്ക് ഏത് കാലാവസ്ഥയിലും ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് യൂസ് ചെയ്യുമ്പോൾ യാതൊരുവിധ പ്രോബ്ലംസ് ഒന്നും ഇതിന്റെ ഔട്ട്ഡോറിൽ വരില്ല. അപ്പോൾ അത്രയും സേഫ്റ്റിയിൽ തന്നെയാണ് ഇവർ ഇതിന്റെ അഡീഷണൽ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഔട്ട്ഡോറിൽ കൊടുത്തിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു കംപ്രസറിന്റെ ആ ഒരു കോട്ടിങ്ങിന് 5 ഇയർ വാറന്റി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ എ സി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഇവാപറേറ്റർ കോയിൽ അല്ലെങ്കിൽ കണ്ടൻസർ കോയിൽസ് ഒന്നിനും കംപ്ലൈൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ആന്റി കൊറോൻസി കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്ത് ഗ്യാസ് ഒക്കെ ലീക്ക് വരാതിരിക്കാൻ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിന്റെ ആ ഒരു കണ്ടൻസർ കോയിലിൽ സേഫ്റ്റി കോട്ടിംഗ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അത് പ്രൊട്ടക്ഷൻ തന്നെയാണ് നമ്മുടെ എ സികളെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് ലോങ് ടൈം ലൈഫ് കൂടുതലായിട്ട് കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ എ സിയുടെ വാറന്റി എന്ന് പറയുന്നത് 1 ഇയർ ഫുൾ കവർ വാറന്റിയും 5 ഇയർ PCB ബോർഡിന് വാറന്റിയും 10 വർഷം കംപ്രസർ വാറന്റിയാണ് ഈ ഒരു എ സിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ്, അതായത് ഒരു സ്മാർട്ട് കണക്ടിവിറ്റി വെച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ബിൽഡ് ക്വാളിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മികച്ച ജാപ്പനീസ് കമ്പനിയുടെ എ സി തന്നെയാണ് പാനസോണിക്കിന്റെ ഈ ഒരു ഇൻവെർട്ടർ എ സി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കമ്പനിക്ക് ഞാൻ 4th പൊസിഷൻ
ജാപ്പനീസ് കമ്പനിയിൽ വെച്ച് കൊടുത്തത്. ഇനി ഇതിലെ തേർഡ് വൺ എന്ന് പറയുന്നത് ഡൈക്കന്റെ എ സി ആണ്. പലരും ഞാൻ എന്റെ മുന്നത്തെ വീഡിയോ ചെയ്തപ്പോൾ പലരും ഞാൻ ഈ ഒരു ഡൈക്കൻ കമ്പനിക്ക് 7th പൊസിഷനാണ് കൊടുത്തിരുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഫീച്ചേഴ്സിനെ കമ്പാരിറ്റീവ് ചെയ്തിട്ട് മാത്രമാണ് ആ ഒരു മോഡൽസിന് ഞാൻ 7th പൊസിഷൻ കൊടുത്തത്. കാരണം എ സിനെ സംബന്ധിച്ച് ഹൈ ക്വാളിറ്റി ഉള്ള എ സി തന്നെയാണ് ഡൈക്കിന്റെ എ സിസ്. അതായത് അവരുടെ ഒരു 3 സ്റ്റാർ എ സി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 33,000 എങ്കിലും 1 ടൺ കൊടുക്കണം. ഞാൻ ഒരു 5 സ്റ്റാർ എ സിക്ക് ആണെങ്കിൽ ഒരു 40,000 താഴെ കൊടുക്കണം. അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നിങ്ങൾ ഒരു മികച്ച എ സി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാപ്പനീസ് കമ്പനീസിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 3rd പൊസിഷനിൽ വാങ്ങാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഡൈക്കിന്റെ എ സി. ഇതിന്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ ഇതിൽ ഹൈ ക്വാളിറ്റി വരുന്ന കണ്ടൻസർ കോയിൽസും ഇവാപറേറ്റർ കോയിൽസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കംപ്രസറിൽ ഡ്യുവൽ റൊട്ടറിക്ക് പകരം നമുക്ക് ഇതിൽ വരുന്നത് നിയോ സ്വിംഗ് റൊട്ടറി ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ റൂമിന് തണുപ്പിക്കാനും അതുപോലെ തന്നെ ലോങ് ലൈഫിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റൊട്ടറി ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി ഇതിനെ കംപ്രസ് ചെയ്തിട്ട് നമ്മുടെ റൂം ഫാസ്റ്റ് ആയിട്ട് തണുപ്പിക്കും. ഇത് മൂലം നമുക്ക് പ്രൊഡക്റ്റിന് ലോങ് ലൈഫ് കൂടുതലായിരിക്കും. എയർത്രോ നല്ല രീതിയിലുള്ള ഒരു കമ്പനി തന്നെയാണ് ഡൈക്കിന്റെ ഇൻവെർട്ടർ എ സീസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹൈ ക്വാളിറ്റിയിൽ അത്യാവശ്യം പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു എ സി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് ഡൈക്കിന്റെ എ സി. പിന്നെ ഡൈക്കിന്റെ എ സികൾ കൂടുതലായിട്ടും കൊമേഴ്ഷ്യൽ പർപ്പസിന് ഒരുപാട് പേര് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഹോട്ടൽസ് അതുപോലെ തന്നെ ഇതിൽ തന്നെ ടവർ എ സിസ്, സ്പ്ലിറ്റ് എ സിസ് ഒക്കെ കൂടുതലും ഡൈക്കിൻ ബ്രാൻഡ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു 5 സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ പോകുമ്പോഴായാലും ഇത്തരത്തിൽ ഡൈക്കിന്റെ എ സി ആണ് കൂടുതൽ കസ്റ്റമേഴ്സും പർച്ചേസ് ചെയ്യുക. അതിനൊരു കാരണം എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇതിന് ആഫ്റ്റർ മെയിൻ്റെനൻസ് ഒക്കെ വരുമ്പോൾ നല്ല രീതിയിലുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽസിൽ വരുന്നുണ്ട്. ഇതിലെ രണ്ടാമത്തെ പൊസിഷനിലെ ജാപ്പനീസ് കമ്പനീസിന്റെ എ സി എന്ന് പറയുന്നത് ഓജനറിന്റെ എ സി ആണ്. പൊതുവെ ഒരു 40,000 അബോയ്ക്കാണ് ഈ ഒരു എ സിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകതയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ക്വാളിറ്റി വരുന്ന കണ്ടൻസർ കോയിൽസും ഇവാപറേറ്റർ കോയിൽസും ഒക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു എ സിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു 40K അബോ ഈ ഒരു എ സിക്ക് പ്രൈസ് വരുന്നത്. കൂടുതലായിട്ടും എനിക്ക് ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ പർപ്പസിൽ കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഓജനറിന്റെ എ സി എന്ന് പറയുന്നത്. നിങ്ങളൊരു ഹോട്ടൽസ് ഒക്കെ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈ നമുക്ക് വലിയ ഷോറൂംസ് ഒക്കെ ആയാലും കൂടുതലും കണ്ടുവരുന്ന ഒരു ബ്രാൻഡിന്റെ എ സിയാണ് ഓജനറിൽ. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന് അത്രയും ഹൈ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ മെയിൻ്റെനൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് മെയിൻ്റെനൻസ് പ്രോപ്പറായിട്ട് തന്നെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ലോങ് ലൈഫ് നിങ്ങൾക്ക് കൂടുതലായിട്ടും കിട്ടുള്ളൂ. കാരണം ഇതിന്റെ സർവീസ് ഒക്കെ ആയാലും ആഫ്റ്ററിൽ വരുമ്പോഴും നല്ല ഹൈ എക്സ്പെൻസ് തന്നെയാണ് ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഒരു അത്രയും ഒരു 40K നിങ്ങൾ പ്രൈസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു മികച്ച ബ്രാൻഡ് തന്നെയാണ്. ഇതിന്റെ കീ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് വരാം. പൊതുവെ നമുക്ക് എ സികളിലൊക്കെ 3 സ്പീഡ് ഓപ്പറേഷനൊക്കെയാണ് വരാം. ഈ ഒരു എ സിയിലേക്ക് വരുമ്പോൾ 6 സ്പീഡ് ഓപ്പറേഷൻ ആണ് ഇതിന്റെ മോട്ടറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈ ഫ്ലോ നമുക്ക് ഈ ഒരു എ സിക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ വൈഫൈ എനബിൾ ആയിട്ട് വരുന്ന എ സി ആണ്. നമുക്ക് വൈഫൈ കണക്ടിവിറ്റി ചെയ്തൊക്കെ നമുക്ക് ഈ ഓജനറിന്റെ എ സി ഉപയോഗിക്കാം. റിമോട്ട് ഇല്ലെങ്കിലും ഫോണിൽ കൂടെ തന്നെ എ സി കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ആ ഒരു ഫാൻ കൊടുത്തിരിക്കുന്നത് തന്നെ ഇതിന് ലോങ് എയർ ഫ്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. ലോങ് ക്രോസ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള കൂളിംഗ് നമുക്ക് ഈ ഒരു എ സിക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ലോങ് ആയിട്ടായിരിക്കും ഇതിന്റെ എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല രീതിയിലുള്ള ഡിസ്റ്റൻസിലേക്ക് അതിന്റെ ഒരു കൂളിംഗ് എഫിഷ്യൻസി ഉണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ മോട്ടർ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് വരുന്ന DC മോട്ടറാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 1650 M3 പവറിലായിരിക്കും അതിന്റെ ആ ഒരു ഫാൻ്റെ ഒക്കെ കൺട്രോൾ വരാം. കോമൺ ആയിട്ട് ഇതിൽ ഡ്യുവൽ സെക്ഷൻ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സെക്ഷൻ പവറുള്ള എ സി തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സ്ലീക്ക് ഡിസൈൻ ആണ്, കുറച്ചുകൂടി ഒതുങ്ങി വരുന്ന ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാസ് ലീക്കേജ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലോങ്ങർ ലീക്കേജ് പ്രൊട്ടക്ഷനും ഈ ഒരു എ സിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 25 ഫീറ്റ് നമുക്ക് ലോങ് എയർ ഫ്ലോ ഉള്ള ഒരു എ സി തന്നെയാണ് ഈ ഒരു ഓജനറിന്റെ എ സി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമുക്ക് 3D ഡ്യുവൽ സ്വിംഗ് ആണ് വരുന്നത്. പൊതുവെ എ സികളൊക്കെ സിംഗിൾ ഫ്ലാപ്പ് ആയിരിക്കും വരാം. ഇതിൽ ഡ്യുവൽ ഫ്ലാപ്പ് വരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്വിംഗ് ചെയ്തിട്ടായിരിക്കും ഇതിൽ നമുക്ക് എയർ ത്രോ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് സെൽഫ് ഡയഗ്നോസിസ് വരുന്നുണ്ട്. ഇതിന്റെ വാറന്റി വരുന്നത് 1 ഇയർ ഫുൾ കവർ വാറന്റിയും കംപ്രസറിന് 10 വർഷത്തെ വാറന്റിയാണ് വരുന്നത്. ഇനി ഇതിലെ നമ്പർ 1 പൊസിഷനിലേക്ക് ഞാൻ പറയുന്ന ജാപ്പനീസ് കമ്പനിയുടെ എ സി എന്ന് പറയുന്നത് മിസ്തുമിഷിയുടെ എ സി ആണ്. നമുക്കറിയാം മിസ്തുമിഷി എന്ന് പറയുന്നത് അത്രയും ഹൈ കോസ്റ്റിൽ വരുന്ന ഒരു ബ്രാൻഡാണ്. ഒരു 1 ടൺ എ സിക്ക് തന്നെ ഏകദേശം ഒരു 44,000 രൂപയാണ് ഈ ഒരു എ സിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. പ്ലസ് ഇതിന്റെ ഇൻസ്റ്റലേഷൻ ഏകദേശം ഒരു 4,000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. അതായത് ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന കോപ്പർ കോയിൽ ഉണ്ട്, അത് കമ്പനി കൊടുക്കില്ല. അത് എക്സ്ട്രാ നമ്മൾ പൈസ കൊടുത്ത് അത് ഇൻസ്റ്റലേഷൻ സമയത്ത് വെക്കണം. അതുപോലെ തന്നെ ഇനി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു ഫിറ്റിംഗ് കഴിയുമ്പോൾ ഒരു 50,000 രൂപയോളം ഈ ഒരു എ സിക്ക് കോസ്റ്റ് വരും. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഹൈ എക്സ്പെൻസിൽ ഏറ്റവും ഹൈ ക്വാളിറ്റീസിൽ നിങ്ങൾക്ക് ഒരു എ സി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ബ്രാൻഡാണ് നമുക്ക് മിസ്തുമിഷിയുടെ എ സി എന്ന് പറയുന്നത്. ഇതൊരു ഹെവി ഡ്യൂട്ടി എ സി ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ
നിങ്ങൾ ഏതൊരു വലിയ ഹോട്ടൽസ് 5 സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ കാണാൻ പറ്റുന്ന ഒരു ബ്രാൻഡിന്റെ എ സി എന്ന് പറയുന്നത് അത് മിസ്തുമിഷിയുടെ എ സി തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഒരു ഹൈ ഷോറൂംസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ എ സി ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതും കാണാൻ പറ്റുന്നത് ഈ പറഞ്ഞ നമുക്ക് മിസ്തുമിഷിയുടെ എ സി ആയിരിക്കും. ഇതൊരു ഹെവി ഡ്യൂട്ടി എ സി ആയതുകൊണ്ടാണ് വരുന്നത്. കാരണം അത്രയും ഹൈ ക്വാളിറ്റീസ് വരുന്ന കോപ്പർ കോയിൽസ് ഒക്കെയാണ് ഈ ഒരു എ സിയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും എക്സ്പെൻസ് വരുന്നത്. ഇതിലെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് GR-T എന്ന് പറഞ്ഞ സീരീസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇൻവെർട്ടർ ടെക്നോളജി ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ നമുക്ക് ഇതിന് കുറവായിരിക്കും. സെക്കൻഡ് ഓഫ് ഓൾ അത്യാവശ്യം ലോങ് എയർ ത്രോ തന്നെ ഈ ഒരു എ സിക്ക് ഉണ്ടാവും. ഹൈ നമുക്ക് എഫിഷ്യൻസി ആണ്. 4-വേ സ്വിംഗ് വരുന്നുണ്ട്. വെർട്ടിക്കൽ ആയിട്ട് എർസോൺ ആയിട്ടുള്ള സ്വിംഗിങ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ, അതായത് നമുക്ക് 4-വേ സ്വിംഗ് വരുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ഇതിൽ തന്നെ ഫ്ലാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൽ സേഫ്റ്റി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഡ്യുവൽ ബാരിയർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവാപറേറ്റർ കോയിൽസും കണ്ടൻസർ കോയിൽസും ഹൈ ക്വാളിറ്റിയിലായിരിക്കും ഇത് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. പിന്നെ വരുന്ന നമുക്ക് ഹൈ ഡെൻസിറ്റി ഫിൽറ്റർ ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റൂമിൽ ഉണ്ടാവുന്ന ബാക്ടീരിയാസ്, അതുപോലെ തന്നെ ബാഡ് നമുക്ക് സ്മെൽസ്, ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി വരുന്ന ഫിൽറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് അത്രയും സേഫ്റ്റി പ്രൊട്ടക്ഷൻസ് ഒക്കെ ഈ ഒരു എ സിയിൽ വരുന്നത്. മൈക്രോ പാർട്ടിക്കിൾസ് ഫിൽറ്ററും നമുക്ക് ഈ ഒരു എ സിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫിൽട്രേഷനൊക്കെ വെച്ച് നല്ലൊരു എ സി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയും എക്സ്പെൻസിൽ നിങ്ങൾ ഒരു എ സി നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന മികച്ച ഒരു എ സി തന്നെയാണ് മിസ്തുമിഷിയുടെ ഈ ഒരു എ സി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആഫ്റ്റർ സർവീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഹൈ എക്സ്പെൻസ് വരുന്നതുകൊണ്ട് തന്നെ സർവീസ് ഒക്കെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കോസ്റ്റബിൾ ആയിരിക്കും ഈ ഒരു എ സിക്ക് വരാം. പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ വാറന്റി എന്ന് പറയുന്നത് 1 ഇയർ ഫുൾ കവർ വാറന്റിയാണ് ഇപ്പോൾ വരുന്നത്. കംപ്രസറിന് 10 വർഷത്തെ കംപ്രസർ വാറന്റിയാണ് എ സിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജാപ്പനീസ് കമ്പനീസിൽ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന മികച്ച 4 ബ്രാൻഡുകളാണ് മിസ്തുമിഷി, ഓജനറൽ, അതുപോലെ തന്നെ ഡെയ്കിൻ, പാനസോണിക്. ഈ ഒരു 4 എ സി ബ്രാൻഡുകളും അതിൻ്റെതായ ക്വാളിറ്റിയിൽ, അതിൻ്റെതായ ഫീച്ചേഴ്സിൽ, അതിൻ്റെതായ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഹോം അപ്ലയൻസ് റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണുമായിരിക്കും.